ബാങ്കിൽ ഫണ്ട് നിക്ഷേപിച്ചവനും മരിക്കാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാരും മരിക്കാണ്. എന്തൊരു കഷ്ടകാലം അല്ലേ. നമ്മളെ കട്ടപ്പനയിലുള്ള സാബു സാറ് മരിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയോ? അദ്ദേഹം ബാങ്കിൽ 27 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. ആ പൈസ വേണം, ഞാൻ ഗൾഫിൽ നിർത്തി, ഓസ്ട്രേലിയയിലെല്ലാം നിർത്തി, ഇവിടെ അതായത് വിദേശത്ത് ജോലി ചെയ്ത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്ത് 27 ലക്ഷം രൂപ അദ്ദേഹം ഡിപ്പോസിറ്റ് ചെയ്ത പൈസ തവണകളായിട്ട് 15 ലക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞത്. ബാക്കി 12 ലക്ഷം രൂപ കിടക്കുക. അത് ചോദിച്ചപ്പോൾ മമ്മദ് ഉമ്മാക്ക് ചെലവിനെടുക്കാന്ന് പറഞ്ഞു നമ്മളെ ഭാഷയിൽ. അതുപോലെ ഇവര് 5000, 10000, 20000, 40000, 80000 ഒക്കെ കൊടുത്താണ് അത്രേ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നത്. എന്തൊരു ദുരവസ്ഥയത്. ഒരു ഭാഗത്ത് ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാര് ബാങ്കിൽ നിന്ന് പൈസ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു, മറുഭാഗത്ത് ലോൺ എടുത്ത ആൾക്കാര്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാര് ആ ലോണ് മൊറട്ടോറിയനും കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തില് അത് തിരിച്ചടക്കാനാവാത്ത രീതിയിൽ അവര് ആത്മഹത്യ ചെയ്യുന്നു. ഈയിടെ നിങ്ങൾക്കറിയോ, ഞാനിപ്പോ ഒരു 4 ദിവസം മുമ്പ്, കറക്റ്റ് പറഞ്ഞ ചൊവ്വാഴ്ച ഞാൻ രാത്രി നിലമ്പൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് പോകുന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ, അതായത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തിന് ഒരു ജപ്തി വന്നു ബാങ്കിൽ ജപ്തി വന്നപ്പം ആ ബാങ്കിൽ പോയിട്ട് മന്ത്രിമാരോട് ചെന്നിട്ട് നേരിട്ട് മന്ത്രിയെ കാണാനാ പോകുന്നത്, മന്ത്രി ഓഫീസിലേക്കാ പോകുന്നത് ഞങ്ങള്. അപ്പൊ കുറച്ച് വ്യവസ്ഥകൾ, കുറച്ച് ആനുകൂല്യങ്ങൾ തരണം, നിങ്ങൾ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ചെന്ന് ചോദിച്ചപ്പം ഒരു ദാക്ഷിണ്യവും ഇല്ല. ഇത് രണ്ടും ചെയ്തു കൊടുക്കേണ്ടത് ആരാ? സർക്കാരുകളാണ്. ഇപ്പൊ സാബുവിന് ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിന് ഫണ്ട് കൊടുക്കേണ്ടത് സർക്കാരാണ്. അതേപോലെ ഈ ഭാഗത്ത് പൈസ തിരിച്ചടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സാവകാശം വേണം എന്ന് നമ്മുടെ ഈ സഹോദരൻ, എന്റെ സുഹൃത്ത് ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല, വെറും 8 മാസേ തരുള്ളൂ, അതിന്റെ ഉള്ളിൽ നിങ്ങൾ അടച്ചോളണം എന്നാണ് അത്ര നിയമം. അതാണ് സഹകരണ മന്ത്രിയും അതുപോലെ മറ്റു ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളോട് പറഞ്ഞത്. നേരിട്ടുള്ള അനുഭവം സുബൈർ ബാബു പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ബുധനാഴ്ച. അവിടുന്നുള്ള നേരിട്ട അനുഭവമാണ് ഈ പറയുന്നത്. അതായത് ഒരു നിലക്കും ജോലിയില്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടുക. ഒരു നിലക്ക് കേരളത്തിൽ ഇന്ന് ജോലിയില്ല. ആ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ബാങ്കുകൾക്ക് പണം തിരിച്ചടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബാങ്കിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത്. മനസ്സിലാവുണ്ടോ? ഈ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകൾ കടം കൊടുത്ത ആൾക്കാർ തിരിച്ചു കൊടുത്താലേ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള വഴികൾ ഒരുക്കി ചോദിക്കുമ്പോൾ സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ള ആൾക്കാർ അവിടെ ചെന്ന് മന്ത്രി ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇവരെ കയ്യും കാലും പിടിച്ചിട്ട് ഇവര് പറയാണ് ഞങ്ങൾക്ക് 8 മാസേ തരാൻ പറ്റുള്ളൂ, ആദ്യം 40 മാസം സമയം കൊടുത്തിരുന്നു. ഈ സഹോദരൻ അധികമൊന്നുമില്ല, 5 ലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ. 5 ലക്ഷം രൂപ എടുത്തത് എന്തിനാണെന്നറിയോ? ആ സഹോദരന്റെ ഫാദർ ഒരു കിഡ്നി ഡയാലിസിസ് രോഗിയായിരുന്നു. ആ ഫാദറിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുക എടുത്തത്. അപ്പൊ ഫാദർ അവസാനം ചികിത്സിച്ച് അവസാനം ഫാദറിന് കിട്ടിയതുമില്ല, ഉള്ള പൈസ കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിനാണെങ്കിൽ പഴയതുപോലെ ജോലിയുമില്ല. കേരളത്തിൽ ജോലി ആർക്കുള്ളത്? ഒരു മനുഷ്യന് ജോലിയില്ലാത്ത അവസ്ഥയിലാണ് കേരളം പോകുന്നത്. അങ്ങനെ ആ സഹോദരനും ബുദ്ധിമുട്ടുന്നു. അങ്ങനെ അവസാനം ബാങ്കുകളോട് ചെന്ന് ചോദിച്ചു പറഞ്ഞു, വില്ലേജ് വൈക്ക് ബാങ്ക് നോട്ടീസ് അയച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ഇറങ്ങി തന്നില്ലെങ്കിൽ ജപ്തി ചെയ്യും. എന്നിട്ട് ഞാൻ ആ വീട്ടിൽ പോയി. ആ വീട്ടിലെ സഹോദരിയും ആ സഹോദരനും ഒക്കെ കരയാണ് ഇരുന്നിട്ട്. അപ്പൊ എന്ത് ചെയ്യും? 5 ലക്ഷം കൊടുക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ആ സഹോദരൻ വീടുമേലും ലോൺ എടുത്തിട്ടുണ്ട്. വീടുമേലും കൊടുന്ന് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്, ഈ സ്ഥലത്തിലും കൊടുന്ന് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബാങ്കുകൾക്ക് ഇത് പൊങ്ങി തിന്നാൻ പറ്റുമോ? ഈ വീട് പൊളിച്ചു കൊണ്ടുപോയി ബാങ്കുകൾക്ക് തിന്നാൻ പറ്റുമോ? ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? ഞാൻ 2 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിക്ഷേപകരും ആത്മഹത്യ ചെയ്യും, ബാങ്ക് ലോൺ എടുത്ത ആൾക്കാരും ആത്മഹത്യ ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ സുബൈർ ബാപ്പുങ്ങളോട് 2 വർഷമായിട്ട് ഒരു കാര്യം പറയുന്നു. ലോൺ എടുത്ത ആൾക്കാർക്ക് സമയം നീട്ടിക്കൊടുത്ത് എല്ലാവരും തിരിച്ചടക്കും പൈസ. ഓവർഡ്യൂക്ക് ഒഴിവാക്കി കൊടുത്തിട്ട് പലിശയുടെ പലിശ എന്ന ആ ഒരു പലിശ ഉണ്ടല്ലോ, അത് ഒഴിവാക്കി കൊടുക്കുക. അത് ഒഴിവാക്കിയിട്ട് അവർക്ക് മാന്യമായ ഒരു കാലാവധി കൊടുക്കുക. നിങ്ങൾ എന്താ ചെയ്തത്? കൊറോണ സമയത്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു അല്ലെ? വലിയ ഗമയിൽ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നോ, നിങ്ങൾക്കുള്ള അരി സാധനമൊക്കെ ഞങ്ങൾ തരും, വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ പാടില്ല, ബാങ്കുകൾക്ക് ലോണ് തിരിച്ചടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 1 വർഷത്തോളം വീട്ടിന്റെ ഉള്ളിൽ എല്ലാവരും അടക്കി ഭരിച്ചു അല്ലെ? അടക്കി ഭരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ 2ാം മൂല്യം കിട്ടുന്നത് നമ്മുടെ മുഖ്യന്. അങ്ങനെ അടക്കി ഭരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2ാം മൂല്യം കിട്ടി. 2ാം മൂല്യം കിട്ടിയപ്പോ വേണ്ടില്ലാന്നായി. ജൂനിയർ മാൻട്രാക്ക് പോലെ അത് തലയിൽ വെച്ച് ആയതോടുകൂടി പൊട്ടും ചെയ്തു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയം എന്താ വെച്ചാല്, ഇപ്പോഴത്തെ സാഹചര്യത്തില് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കാര്യം കാലാവധി നീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നിക്ഷേപകരും ആത്മഹത്യ ചെയ്യും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാർ ആത്മഹത്യ ചെയ്യും. ഒരു ശവകുടീരമായി ഈ കേരളം ഒന്നടങ്കം മാറും. ഞാൻ ഇതിനിടയ്ക്ക് ബാങ്കിൽ മാനേജറോട് ചോദിച്ചു. ഞങ്ങൾ അതിനുശേഷം കേരള ബാങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞോ. കേരള ബാങ്കില് തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ പോയി. എന്റെ കൂടെ 2 ആൾക്കാരുണ്ടായിരുന്നു.
ഹെഡ് ഓഫീസിൽ അവിടെ സിഒനെ കാണാൻ പോയി. സിഒ അല്ലായിരുന്നു, അവിടെ അസിസ്റ്റന്റ് സാറായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങള് ലോൺ എടുത്ത് അതിന് പലിശ കൊടുക്കണ്ടേ, എന്നാലല്ലേ ഞങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ന്യായമായിട്ട് ചോദിച്ചു. കറക്റ്റാണ്. പക്ഷെ കൊറോണ എന്ന വിപത്ത് ഈ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ആരും കൊണ്ടൊന്നുമല്ല, ഈ ലോകത്തിൽ മൊത്തത്തിൽ വന്നതാ. അപ്പൊ അതിന്റെ ഒരു ആനുകൂല്യങ്ങൾ മൊറട്ടോറിയം കൊടുത്തുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു വർഷം നിക്ഷേപകരുടെ ലോൺ എടുത്തവരുടെ ഒരു വർഷം നഷ്ടപ്പെടുകയും ചെയ്തു. ആ കൊറോണ സമയത്തുള്ള മുതലും പലിശപാടെ ചേർത്ത് നിങ്ങൾ മുതലിലേക്ക് ചേർത്തും ചെയ്തു. അങ്ങനെ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? പണം ഡബിളായി മാറി. ഒരു വർഷത്തെ തിരിച്ചടവ് എന്ന് പറയുമ്പോൾ സംഖ്യ ചില ഓരോരുത്തരുടെ ഓരോ രീതിയിലായിരിക്കും. ചില ആൾക്കാർ 5 ലക്ഷം കൂടി ഉണ്ടാവും, ചില ആൾക്കാർ 10 ലക്ഷം കൂടി ഉണ്ടാവും. എന്നാൽ ഒരു വർഷം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ മുതലും പലിശയും പാടം മുതലൊക്കെ ചേരുകയും ചെയ്തു. അങ്ങനെ ചേർന്ന് ഓവർഡി വന്ന് ആൾക്കാരെ കൊണ്ട് തിരിച്ചടക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ കൊറോണയായതിന്റെ ഭാഗമായി കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവാസികൾക്ക് ജോലി പോയി, ഒരുപാട് സ്വദേശികൾക്ക് ജോലി പോയി, ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു കൊടുക്കണം സർക്കാരുകള്? ഈ ആത്മഹത്യ നിർത്തണം. നിങ്ങൾക്ക് ആത്മഹത്യ നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ നിർത്തണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിക്കണം, ഒറ്റ കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? കാലാവധി കിട്ടിക്കൊടുക്കുക. ഞങ്ങൾ തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോ 40 മാസം ഉണ്ട്. അപ്പൊ 40 മാസം ശരിക്കിന് നാഷണൽ ബാങ്കുകൾക്ക്, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ബാങ്കുകൾക്ക് 40 മാസം കാലാവധി ഉണ്ട്. ജപ്തിയായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് നാഷണൽ ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ 40 മാസം സമയം കൊടുക്കുമ്പോൾ കേരള സർക്കാർ സഹകരണ മന്ത്രി, ആ മന്ത്രിയുടെ കീഴില് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള മന്ത്രിമാര് അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ സഹകരണ സംഘമായ ഈ ബാങ്കുകള്, സഹകരണ ബാങ്കുകളെല്ലാം വെറും 8 മാസമാണ് കൊടുക്കുന്നത്. 32 മാസം വരെ മുക്കി. ഈ സഹകരണ സംഘം തന്നെയാണ് നമ്മളെ ഇടുക്കിയിലെ കട്ടപ്പനയിലെ സാബു സാർ ഡിപ്പോസിറ്റ് ചെയ്തത്. അവരിലേക്ക് തിരിച്ചെത്തുന്നില്ല പൈസ. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ 40 മാസം എന്നുള്ളത് അവർ ആ 40 മാസത്തെ ഇളവ് കൊടുക്കുന്നതുകൊണ്ട് കുറെ ആൾക്കാർ പൈസ തിരിച്ചടക്കുന്നു. ഉദാഹരണം പറയാൻ 10 ലക്ഷം, ഒരാൾക്ക് 10 ലക്ഷം എടുത്തു, ജപ്തിയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ജപ്തി നോട്ടീസ് ചെയ്യുന്നു. ജപ്തി നോട്ടീസ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരുവനന്തപുരത്ത് പോയാൽ മതി, മന്ത്രിയെ കണ്ടാൽ മതി. 40 മാസം നിങ്ങൾക്ക് സമയം കിട്ടും. അത് നാഷണൽ ബാങ്കുകളാണ് അത്രേ. കനറ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 40 മാസം കാലാവധി. ആരാണ് കനറ ബാങ്ക് ആർക്കാ കൂടുതൽ ലോൺ കൊടുക്കുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. സാധാരണക്കാർക്ക് കനറ ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ടോ? സാധാരണ കൂലിപ്പണിക്കാരനും മറ്റൊക്കെ കനറ ബാങ്ക് ലോൺ കൊടുക്കുന്ന കൂട്ടരെ ഇല്ല. അത് കൊടുക്കുന്നത് ആരാ? സഹകരണ ബാങ്കുകൾ. ഈ സഹകരണ ബാങ്കുകൾക്ക് എത്ര കാലാവധി കൊടുക്കുന്നത്? വെറും 8 മാസം. വെള്ളരിക്ക പട്ടണല്ലേ ഇത് സുബൈർ ബാബു നേരിട്ട് പോയി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയണത്. എങ്ങനെ ആത്മഹത്യ കൂടാതിരിക്കും? എത്രയോ ആൾക്കാരെ വീടുകളിൽ നിന്ന് ജപ്തി ഭീഷണി മൂലം ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ ഇറക്കി വിട്ട വീടുകളൊക്കെ ഞാൻ ചോദിച്ചു ആ ബാങ്ക് മാനേജറോട്, അല്ല സാറേ നിങ്ങളിപ്പോ ഇത് ജപ്തി ചെയ്തു, ആ ജപ്തി ചെയ്ത വീട് എന്താ നിങ്ങൾ ചെയ്യാ? പുഴുങ്ങി തിന്നു ചോദിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു. ബാങ്കുകൾക്ക് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആൾക്കാരെന്താവും? ഇറങ്ങി പോരും. ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ഇറങ്ങി പോന്നു കഴിഞ്ഞാല് ആ ബാങ്കുകൾക്ക് പൈസ തിരിച്ചിട്ടോ? ചങ്ങന്മാരെ, ജപ്തി ചെയ്ത വീട് ആരെങ്കിലും എടുക്കുവോ? ഞാൻ എടുക്കൂല. നിങ്ങൾ എടുക്കോ? ഒരു വീതം കഴിയുന്ന ആൾക്കാരെ ജപ്തി ചെയ്ത് വീട് എടുക്കൂല. മറ്റൊരാള് കണ്ണീരോടെ പോകുന്ന വീടാണ് ജപ്തി വീടുകൾ. തൃപ്തിപ്പെട്ട ആരും ജപ്തി ചെയ്ത വീടിന് ഇറങ്ങൂല, കണ്ണീരോടെ തന്നെ ഇറങ്ങുള്ളൂ. എന്താണ്? എങ്ങനെയാണ് ലോൺ എടുക്കുന്നത്? ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ അവനെ കൊണ്ട് കഴിയും, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വീട്ടാൻ കഴിയും എന്ന അടിസ്ഥാനത്തിൽ ഒരാൾ ലോൺ എടുക്കുന്നു, അല്ലേ? ഒരാളൊരു പ്രവാസിയാണ്, ഗൾഫിലാണ്, അല്ലെങ്കിൽ ഒരു വിവാഹവും കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വീട് വേണം, നല്ലൊരു കുടുംബജീവിതം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു കുഴപ്പമില്ലാത്ത വീട്ടിൽ നിന്ന് നല്ലൊരു ബന്ധങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ പെങ്ങളെ കെട്ടിക്കണം, അപ്പൊ വീടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ മോശമല്ലേ എന്ന് കരുതിയിട്ട് ഇവന്റെ ജോലി വെച്ചിട്ടും ഇവന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും ഇവനെന്ത് ചെയ്യും? ലോൺ എടുക്കും. ലോൺ എടുക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആയിരിക്കും. ലോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മാറുന്നത് മനുഷ്യനല്ലേ? മനുഷ്യ ശരീരത്തിൽ പല മാറ്റങ്ങളും വരൂലേ? പല രൂപമാറ്റങ്ങളും വരും, പല അസുഖങ്ങളും വരും, പല സാഹചര്യങ്ങൾ മാറി മറിയും. അങ്ങനെ ആവുമ്പോ ആ ലോൺ എടുത്ത ആളുകൾ അല്ലെങ്കിൽ ആരാണോ ഒരു ഗൃഹനാഥനാണ് എടുത്തെങ്കിൽ ആ ഗൃഹനാഥന് നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ ലോൺ അടഞ്ഞ് അടപട തെറ്റിക്കഴിഞ്ഞാൽ നേരെ കുത്തനെ പലിശയുടെ പലിശയായി മാറാണ്. പിന്നെ അവനെ കൊണ്ടത് കൂട്ടിയാ കൂടുതൽ. ഇവര് പറയും നിങ്ങൾ ഒറ്റ തവണ തീർക്കണം, ഒറ്റയ്ക്ക് തീർത്തില്ലെങ്കിൽ ഇനി ഗഡിക്കണം, നിങ്ങൾ കോംപ്രമൈസ് ഇല്ല, ഞങ്ങൾക്ക് 1.5 ലക്ഷം ഒരുമിച്ച് അടക്കണം, 20,000-30,000 തന്ന ഒരു കാര്യം നടക്കുക, കോംപ്രമൈസ് ഇല്ല എന്ന് പറയും ഇവര്. ആര്? ബാങ്കുകാർ. 1.5 ലക്ഷം കൊണ്ട് അടക്കാൻ കഴിയില്ല, എന്നാണ് കറക്കട്ടെ അറിയും. പിന്നെ അത് 3 ലക്ഷം ആവും, പിന്നെ അടക്കാൻ കഴിയില്ല. 1.5 കഴിയാതെ ഇങ്ങനെ 3 കഴിയുന്നത്, പിന്നെ 5 ആവും, പിന്നെ അത് 10 ആവും. അങ്ങനെ ഈ 10 ആവുമ്പോ ഇവരെന്താവും?
അപ്പോഴേക്കും പലിശ അടക്കം നല്ലൊരു സംഖ്യ ആയിട്ടുണ്ടാവും. അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് 30 ലക്ഷം ലോൺ എടുത്തിരുന്നു. 30 ലക്ഷം ലോൺ എടുത്തിട്ട് 10 ലക്ഷം അടച്ചു വിട്ടി. 20 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആ സഹോദരന് 38 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ആ 10 ലക്ഷം ഇതിലെ പോയതറിയില്ല. 30 ലോൺ എടുത്തവന് 10 തിരിച്ചടച്ച് 20 ലക്ഷം ഉള്ളത് അത് 18 ലക്ഷം രൂപ വീണ്ടും പലിശയായിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. ഇപ്പൊ ആ വീട് മൊത്തം വിറ്റ് കഴിഞ്ഞാൽ 30-30 ലക്ഷം കിട്ടുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജനാധിപത്യ രീതിയിൽ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന് മന്ത്രിമാരോടും മന്ത്രാലയത്തിൽ ചെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും പറയുമ്പോ ഞങ്ങളിങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞത്, ഞാൻ പറഞ്ഞു സാറേ 40 മാസം കാലാവധി ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇവിടെ മാത്രം 8 മാസം? കേന്ദ്ര സർക്കാർ ബാങ്കുകളിൽ 40 മാസമാണ് കൊടുക്കുന്നത്. എന്നാൽ സഹകരണ സംഘത്തിന്റെ സഹകരണ മന്ത്രിയുടെ കീഴിലുള്ള ബാങ്കുകൾക്ക് വെറും 8 മാസം കാലാവധി. ഞാൻ ചോദിച്ചപ്പോ അത് പറഞ്ഞു അത് ബാങ്കുകളും റവന്യൂ ഉദ്യോഗസ്ഥരും, അതായത് വില്ലേജ് റവന്യൂ മന്ത്രിയും സഹകരണ മന്ത്രിയും ബാങ്ക് മാനേജർമാരും എല്ലാം പാടെ ചേർന്നിട്ട് 8 മാസം കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചു. ഞാൻ ചോദിക്കട്ടെ മക്കളെ, പൊട്ടത്തരമായി ഇങ്ങനത്തെ തീരുമാനം എടുക്കണേ മൊയന്തുകൾ എന്നാണ് നിങ്ങൾ വിളിക്കുക. ഉദ്യോഗസ്ഥരെ നിങ്ങൾ വിളിക്കാൻ പറ്റില്ല, മൊയന്തുകൾ. കാരണം ഒരാൾക്ക് 20,000-30,000 തിരിച്ചടക്കാൻ പറ്റാതെ ഇവന് ആ വീട് ജപ്തിയിലേക്ക് തള്ളുമ്പോൾ പിന്നെ അവന് 8 മാസം കൊണ്ട് ഏതൊരക്കീന്നാണ് 5 ലക്ഷം 4 ലക്ഷം ഓരോ മാസം അടക്കാൻ പറ്റിയ പൊട്ടന്മാരെ, മൊയന്തുകളെ. നിങ്ങൾക്കൊക്കെ തിന്നാൻ തരുന്നത് ഈ ജനങ്ങളിൽ നിന്നിങ്ങനെ പിടിച്ചു വാങ്ങണ ഈ ചെലം കുടിച്ചിട്ടല്ലേ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ഉസുറും കൂടി മാനവസാരം നിങ്ങൾക്കൊക്കെ ഉണ്ടോ? സെക്രട്ടറിയേറ്റിൽ ജോലി ചെയ്യുന്ന ഈ രീതിയിൽ ചിന്തിക്കുന്ന ഈ രീതിയിൽ തീരുമാനം എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ്. ജനങ്ങൾ പ്രതിസന്ധിയിൽ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് ജനാധിപത്യ രീതിയിലുള്ള സർക്കാർ. ഞങ്ങളൊക്കെ വോട്ട് ചെയ്തുകൊണ്ടല്ലേ നിങ്ങളൊക്കെ സർക്കാർ ആയതും സർക്കാർ രൂപീകരിച്ചതും അല്ലേ? അപ്പൊ ഈ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ജനാധിപത്യ സർക്കാർ ജനാധിപത്യ ഓഫീസുകളും തന്നെയാണ്. അവിടെ നിങ്ങളെടുത്ത് ചെല്ലുമ്പോ സാറേ സാമ്പാറേ എന്ന് വിളിച്ച് വൈത്താര കൂട്ടണം. എന്തായിരിക്കും നിങ്ങളൊക്കെ ഗർവ് അറിയോ? ഒരു സാധാരണക്കാരൻ വോട്ട് ചെയ്ത ഒരാള് ഒരു ഓഫീസിൽ ചെല്ലുമ്പോ അവന് ഒരുപാട് ചിട്ടകൾ പാലിക്കണം. ആ ഓഫീസിൽ കയറി ചെല്ലാന് ബഹുമാനങ്ങൾ വേണം, മര്യാദകൾ വേണം അല്ലേ? അതൊക്കെ പോട്ടെ, ഞാൻ അതൊക്കെ നിങ്ങൾക്ക് തന്നു തന്നെ കൂട്ടിക്കോളി. പക്ഷെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഈ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇതാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ബാധിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാണ്. കാരണം വെച്ചാൽ ആരെ കയ്യിലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. ഒരു നിലക്ക് ഒരു 1000 രൂപ ഒരാൾ ചോദിച്ചാൽ ആരെടുത്തില്ല. ഉണ്ടോ? നിങ്ങൾക്ക് 1000 രൂപ വായ്പ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കണമില്ല. എന്നാൽ ആരുടെ സത്യത്തിൽ പൈസയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കേരളം പോകുമ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തവനും ആത്മഹത്യ ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരും ആത്മഹത്യ ചെയ്യുന്നു. രണ്ടാൾക്കാർ ആത്മഹത്യ ചെയ്യുക, ബാങ്കുമായി തൊടുന്ന ആൾക്കാരൊക്കെ ആത്മഹത്യ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ് ഉദ്യോഗസ്ഥന്മാരോട്, എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്. 2 വർഷമായി സുബൈർ ബാബു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആള് എന്നുള്ള നിലക്കാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഓഫീസുകളിൽ ഇരുന്നിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ വീടാന്തര ഗ്രാമാന്തരങ്ങളിലും പല ജില്ലകളിലും പോയി പല ആൾക്കാരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാ. ഇതിനിടയ്ക്ക് ഞാൻ തൃശ്ശൂരിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയി. പോകുമ്പോ അവിടെ അധികം ഒന്നും എടുക്കുന്നില്ല. ആ സഹോദരി വെറും 5 ലക്ഷം റുപ്യ എടുത്തിട്ടുള്ളൂ. 60,000 രൂപയാണ് പെൻഡിങ്. 60,000 രൂപ. എത്ര? 60,000 രൂപ പെൻഡിങ്. തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യും, ആക്സിഡന്റ് പറ്റി ഈ മൂക്കിന് ഇതിൽ എങ്ങനെ പൊട്ടി. ഇവിടെ എങ്ങനെ സ്റ്റിച്ച് കാണിച്ചെന്ന് എനിക്ക് ഇതിലൂടെ പൊട്ടി സ്റ്റിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ആ സഹോദരന് നല്ലൊരു വീഴ്ചമിട്ട് കൈമലും കാലുമലും ഒക്കെ മുറിവ്. ആ സഹോദരിക്ക് ആകെ 8,000 രൂപ സാലറി ഉണ്ട്. അവരുടെ ചേട്ടന് ജോലിക്ക് പോയിരുന്നു. ആക്സിഡന്റിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആ വീട് വിൽക്കാൻ എന്നെ വീഡിയോ ചെയ്യാൻ വിളിച്ചു തൃശ്ശൂരിലേക്ക്. ഞാൻ സാധാരണ വാങ്ങുന്ന പൈസയുടെ നേർപകുതിയെ വാങ്ങിയിട്ടുള്ളൂ. കാരണം അവരുടെ സാഹചര്യം കാര്യങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള സങ്കടം വന്നു. ഞാൻ എന്റേതായിട്ടുള്ള ചാർജിൽ നിന്ന് വളരെയധികം വലിയൊരു സംഖ്യ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ ചെയ്തു. കാരണം നമുക്ക് വരുന്ന എഡിറ്റിംഗ് ചാർജ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ യാത്രയെല്ലാം ഫ്രീ ആക്കിയിട്ട് കൊടുത്തു. എണ്ണ പൈസ ഒന്നും വാങ്ങിയതേ അല്ല. കാരണം നമുക്ക് എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവരുടെ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് സങ്കടമാവുന്നത്. ഞങ്ങൾ അന്ന് വീഡിയോ ചെയ്യാൻ പോകുന്ന അതേ സമയത്ത് ബാങ്കിലെ 4 ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. എന്ത്? ജപ്തി നോട്ടീസും കൊണ്ട് ഞങ്ങൾ തൊട്ട് മുന്നിൽ അവിടെ വേറെ കാറിൽ ഇവർ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചപ്പോ ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നു. ഇതും ഇതേ കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ. അപ്പൊ വെറും 60,000 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ രൂക്ഷമായി തുടരുകയാണ്.
അപ്പോ അതിനൊക്കെ ഗഡുക്കൾ കൊടുത്തു കഴിഞ്ഞാല് ഈ സംഖ്യ എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാര്യം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു 15 വർഷത്തിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് പൈസ അവർ അടച്ചിട്ടുണ്ടാവും. കുറച്ച് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി പുതുക്കി കൊടുക്കുക ലോണ്. ചില ബാങ്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ബാങ്കുകളും ഞാൻ ആക്ഷേപിക്കുന്നില്ല, ചെയ്തു കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അർബൻ ബാങ്ക് പോലുള്ള, നിലമ്പൂർ അർബൻ ബാങ്ക് പോലുള്ള ബാങ്കുകളൊക്കെ പല ആൾക്കാർക്കും അങ്ങനെ ചെയ്തു കൊടുത്ത് നേരിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എന്നാൽ കേരള ബാങ്ക് പോലുള്ള ചില ബാങ്കുകൾ അതിന് താല്പര്യം കാണിക്കുന്നില്ല. എന്ത് ചെയ്താൽ മതി? ഒരു 5 വർഷം ലോൺ എടുത്താണെങ്കിൽ വീണ്ടും പുതുക്കി വെക്കുക. അപ്പൊ എന്നിട്ട് കാലാവധി നീട്ടി കൊടുക്കുക. നിങ്ങൾക്ക് കാലാവധി നീട്ടി കൊടുക്കുക, നിങ്ങൾക്ക് നല്ല സുഖമല്ലേ? നിങ്ങൾക്ക് അത്രയും പലിശ കിട്ടുകയാണ്. കാലാവധി നീട്ടി കൊടുക്കുക. അപ്പൊ 10,000 എന്ന അടവായിരുന്നു ആദ്യമെങ്കിൽ ഈ കാലാവധി നീട്ടി കൊടുക്കുന്നതോട് കൂടി 6,000 രൂപയായി മാറും. അപ്പൊ അവർക്ക് തിരിച്ചടക്കാൻ സുഖമായിട്ട് കഴിയും ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, പിന്നെ 40 മാസം കേന്ദ്ര സർക്കാർ കാലാവധി കൊടുക്കുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് അതേപോലെ 40 മാസം കേരള ബാങ്ക് പോലുള്ള സഹകരണ ബാങ്കുകൾക്ക് കൊടുത്തുകൂടാ? കൊടുത്താൽ നിങ്ങൾക്ക് ചങ്ങന്മാരെ പൈസ അത്രയും പോരല്ലേ? കാരണം നിങ്ങൾക്ക് കസ്റ്റമർ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. കേരള ബാങ്കിലേക്ക് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ പൈസ നിങ്ങൾ 6 മാസം നിങ്ങൾക്ക് 1 രൂപ പോലും വരാതെ പെൻഡിംഗ് ആയി നിൽക്കുന്ന ഈ ഒരു സിസ്റ്റം നിങ്ങൾ എല്ലാ ലോണുകളും ഒന്ന് പുതുക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരൂലേ ബാങ്കുകൾക്ക്? അതെന്താ നിങ്ങൾ മൈൻഡുകളെ ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തത്? അഷ്റഫ് പറഞ്ഞ ആരോട് പറയാൻ? നീ പറഞ്ഞാൽ നിന്റെ വീട്ടുകാർ പോലും കേൾക്കില്ല. അഷ്റഫേ, ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാർ കേൾക്കില്ല, എന്റെ വീട്ടുകാരും കേൾക്കില്ല. ഞാൻ എന്നോടല്ല പറയണത്, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് കേരള സർക്കാരിനോടാണ്. ഞാൻ അനുഭവിച്ചതും കേരളത്തിലെ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യം അഷ്റഫ് ലോൺ എടുക്കാത്തതുകൊണ്ടാണ്. അഷ്റഫ് ലോണുമായി ബന്ധപ്പെട്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളായിരിക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ എന്തല്ലാത്ത കമന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അന്തംഗമ്യ ആയിരിക്കും, ഇതിലേതെങ്കിലും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അഷ്റഫിനോട് എനിക്ക് വർത്താനല്ല. പിന്നെ കേരള സർക്കാരിന്റെ ഇങ്ങനത്തെ തീരുമാനം, നമ്മളെ ഒരു സഹോദരനാണ് ഇന്ന് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയില് ആ വീട്ടില് ഇന്ന് അന്തി ഉറങ്ങുന്നത്. അതായത് എന്നേക്കുമായി അദ്ദേഹം യാത്രയായി. കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ വിയർപ്പ്. ഒരു പ്രവാസി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ് പ്രവാസി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങൾ പേറി വിദേശത്തേക്ക് ജോലി ചെയ്ത് ആ ഫണ്ടുകളെല്ലാം സമാഹരിച്ച് നാട്ടിൽ ഇനി വയസ്സാം കാലത്ത് സ്വന്തമായിട്ടൊരു സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മക്കളോടും ഭാര്യയോടും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ പേരാണ് പ്രവാസി. അങ്ങനെ 27 ലക്ഷം രൂപ കട്ടപ്പനയിലെ ബാങ്കില്, സഹകരണ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അതിന് ഇവര് മുടന്ത് ഞാൻ എന്താ പറയുന്നവരോ, UDF സർക്കാർ ഭരിച്ച കാലത്ത് 20 കോടി രൂപ കൊടുത്തിരുന്നത്രേ. അത് തിരിച്ചടക്കാത്തതാണ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. മൊയന്തുകളെ അത് തന്നെയാണ് സുബൈർ ബാപ്പു പറഞ്ഞത്. തിരിച്ചടക്കാതിരിക്കാൻ കാരണം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ, നിങ്ങൾ ബാങ്കിൽ വരുന്ന ബാങ്കുകൾക്ക് ചെയ്യുന്ന പുതിയ പുതിയ നിയമങ്ങൾ, പിന്നെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ പലിശ കൂട്ടുന്നുണ്ട്. നിങ്ങൾ തോന്നുന്നത് പോലെ പലിശ കൂട്ടുന്നുണ്ട്. കാരണം എന്റെ ഒരു സുഹൃത്ത് ഇതിന്റെ അടുത്ത് ഹൗസിംഗ് ലോൺ എടുത്തു. ഹൗസിംഗ് ലോണിന് എത്ര ശതമാനം പലിശ എന്നറിയോ? എടുത്ത സമയത്ത് 9.5% പലിശ. എടുക്കുമ്പോ ഇപ്പോ ഏകദേശം 4 വർഷം കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ കണക്കാണെങ്കിൽ 4 വർഷം കഴിഞ്ഞു ലോൺ എടുത്തിട്ട്. ഇപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 11.5% ആയിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് ഈ പലിശ കൂട്ടുന്നത്? 9.5% എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് വീട് കയറ്റിയ ആള് പിന്നെ ആ പലിശ 11.5% ആകുന്ന ഏത് ഇനത്തിലാണ്? എങ്ങനെയാണ് അത് കൂടുന്നത്? കാരണം നിങ്ങൾ ചാർട്ട് തരുന്നുണ്ടല്ലോ, പിന്നെ ഏത് രീതിയിലാണ് അത് കൂട്ടുന്നത്? നമുക്ക് അവർ ലിസ്റ്റ് തരുന്നുണ്ട് ആ സമയത്ത്, പിന്നെ അവർ കൂട്ടി ലിസ്റ്റ് ആറുന്നത്. അങ്ങനെ ആൾക്കാരെ അറിഞ്ഞും അറിയാതെയും ചീറ്റ് ചെയ്ത് സമ്പാദിക്കുന്ന ബാങ്കുകൾ ഏതെല്ലാം രീതിയിലാണ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പറ്റിക്കുന്നുണ്ട്. ശരിയല്ലേ? ബാങ്കുമായി നിങ്ങൾ ബിസിനസ് ചെയ്ത് നോക്കൂ, ബാങ്കുമായി നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കാരണം വെച്ചാൽ ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ബാങ്കുമായി ഇടപെട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. ലോൺ എടുത്ത ആൾക്കാരെ എനിക്കറിയാം. ബാങ്കിലെ പല ആൾക്കാരും തീരും കണ്ണിച്ചോരല്ലാത്ത, ഇപ്പൊ ഏറ്റവും തീരും കണ്ണിച്ചോരല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കുണ്ട് കേരള ബാങ്ക് മാത്രമാണ്. ഒരു സംശയമല്ല. അവരാദ്യം പല പല പേരിലതൊക്കെ ക്രോഡീകരിച്ച് ഒറ്റ ബാങ്കാക്കി മാറ്റി. ഒറ്റ ബാങ്കാണ്, ഒറ്റ പേരാണ്. അത് അതിലൊരുപാട് ലയിക്കാത്ത ബാങ്കുകളൊക്കെ ലയിപ്പിച്ച്. ഇപ്പൊ ഇവിടെ മലപ്പുറം ജില്ലയിൽ MDC ആയിരുന്നത്. MDC ആയ സമയത്ത് ഒരുപാട് ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ട് നേതാക്കന്മാരെ അല്ലെങ്കിൽ ബാങ്ക് സെക്രട്ടറി പ്രസിഡന്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറെ സഹകരണങ്ങൾ കിട്ടിയിരുന്നു, ഹെൽപ്പിംഗ് കിട്ടിയിരുന്നു, ഇളവുകൾ ഉണ്ടായിരുന്നു.
എന്നാൽ ഇപ്പൊ അത് കേരള ബാങ്ക് ആയപ്പോ ഇവർ പറയണത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്നാ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ നേരെ തലപ്പത്ത് പോയി തിരുവനന്തപുരത്ത് പോയപ്പോൾ ഇവര് തന്നെ പറഞ്ഞു അത് നിങ്ങൾ അവിടുത്തെ ബാങ്കിൽ ചോദിക്കുന്നത്, ഇവിടുന്ന് പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് പറയാം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ വലക്കിക്കാൻ പോവാ. അങ്ങനെയാണ് സത്യം പറഞ്ഞത്. ഇപ്പൊ എന്റെ സുഹൃത്ത് ഇവിടെ മലപ്പുറം ജില്ലയിലെ ബാങ്കിൽ, ഞാൻ ബാങ്കിന്റെ പേര് ഇവിടുത്തെ ഏത് ഏരിയ ഒന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് അത് വലിയ സീനാക്കാണ്ട് എഴുതിയിട്ടാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ബാങ്കില് കേരള ബാങ്കിലെ ഒരു ഓഫീസിന് ലോൺ എടുത്തിട്ട് അത് ജപ്തിയും കാര്യങ്ങളായപ്പോ ഇവിടെ ചെന്ന് ബാങ്ക് മാനേജറോട് എന്ന് ചോദിച്ചപ്പോ ബാങ്ക് മാനേജർ പറയണേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ തിരുവനന്തപുരത്ത് പോയി മന്ത്രിനെ കണ്ടു. മന്ത്രിയുടെ ഓഫീസിൽ കയറി 2 മന്ത്രി, അതായത് റവന്യൂ മന്ത്രി ഓഫീസിൽ കണ്ടു. അവരാണല്ലോ ഇത് ജപ്തി ചെയ്യാം. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് അധികാരമല്ല. അവര് പറഞ്ഞു ഇവർക്കൊന്നും ആർക്കും ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഒരു ആൾക്കും ഇതിന് അധികാരമല്ല. പിന്നെ എന്തിനാ എന്റെ വാക്ക് വെറുതെ കൂട്ടണ്. റവന്യൂ മന്ത്രി ഡിപ്പാർട്ട്മെന്റ് പറയാൻ ഞങ്ങൾക്ക് അധികാരമല്ല, സഹകരണ മന്ത്രിന്റെ ഓഫീസിൽ പോയപ്പോൾ ഞങ്ങൾക്കും അധികാരമല്ല, 8 മാസം കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ പോകാൻ നേരെ ഓട്ടോറിക്ഷ എടുത്തിട്ട് അവിടുന്ന് തിരുവനന്തപുരം ഓട്ടോറിക്ഷ എടുത്ത് നേരെ ഹെഡ് ഓഫീസിൽ പോയപ്പോ ഞങ്ങൾക്ക് ഇവിടെ ലിമിറ്റേഷൻ ഉണ്ട്, എന്താ ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, ഞങ്ങൾക്ക് ചെറിയൊരു അളവ് വരുത്താൻ പറ്റും, നിങ്ങൾക്ക് അത് ദിലാറൊന്നും കിട്ടും, നിങ്ങൾ നിങ്ങളെ ബ്രാഞ്ചിൽ തന്നെ പോയി സംസാരിക്കണം. അപ്പൊ ഈ ബ്രാഞ്ചിൽ നിന്നാണ് ഇവിടെ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടാണ് സാറേ എന്ന് പറഞ്ഞപ്പോ അത് അവരെ കൊണ്ടേ കഴിയുള്ളൂ, അവിടുത്തെ ബാങ്ക് മാനേജർ കൊണ്ടേ കഴിയുള്ളൂ. അങ്ങനെ ലോൺ എടുക്കുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന രീതിയാണ് ഇന്ന് കേരളത്തിൽ എല്ലാ ബാങ്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമാശല്ല, സുബൈർ ബാപ്പു പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. എന്റെ ഒരു അനുഭവം പറഞ്ഞ എന്റെ സുഹൃത്തിന് വേണ്ടി സുബൈർ ബാപ്പു ഈ കഴിഞ്ഞ ബുധനാഴ്ച തിരുവനന്തപുരത്ത് പോയ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. എങ്ങനെ ലോൺ എടുത്തവൻ ആത്മഹത്യ ചെയ്യാതിരിക്കും, എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തവൻ ആത്മഹത്യ ചെയ്യാതിരിക്കും. ചെങ്ങന്മാരെ, ഡിപ്പോസിറ്റ് പൈസ ചെയ്താലല്ലേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ലോൺ കൊടുത്ത ആൾ ആ പൈസ തിരിച്ച് അടച്ചാൽ മാത്രമല്ലേ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് പൈസ കിട്ടുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടാതെ വഴി നോക്കേണ്ടവര് ഇവര് ഭീഷണിപ്പെടുത്തുക. വീട്ടിൽ വന്ന് പെണ്ണുങ്ങളും കുട്ടികളെ സമയത്ത് വരെ നോട്ടീസ് ഒട്ടിക്കുക, എന്നിട്ട് പത്രത്തിൽ കൊടുക്കും, അങ്ങനെ കൊടുക്കും, ആന കാട്ടും, ചേന കാട്ടും, എന്ത് തേങ്ങ കാട്ടുകള്, എന്ത് കാട്ടിയാലും എന്ത് കോപ്പാ, ഒരു കുഴപ്പമില്ല. ഞാൻ ബാങ്ക് മാനേജറോട് ഇന്നലെ ചോദിച്ച ഒറ്റ ചോദ്യമാണ്. നമ്മളെ സുഹൃത്തിന് ഫോൺ വന്നപ്പോ ഞാൻ ആ ഫോണോട് വാങ്ങി. ഞാൻ ചോദിച്ചു, ഇവനിത് അടക്കുന്നില്ല, പൈസ തിരിച്ചടക്കുന്നില്ല, നിങ്ങൾ വീട് ജപ്തിയല്ലേ ചെയ്യുള്ളൂ, തൂക്കിക്കൊല്ല അധികാരം ചോദിച്ചാ ആ ജപ്തി ചെയ്യുന്ന പറഞ്ഞു. ഈ ജപ്തി ചെയ്ത വീട് വിറ്റാലല്ലേ ബാങ്കിന് പൈസ ഇട്ടുള്ളൂ, അതാരെങ്കിലും എടുക്കാൻ വരണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ നാട്ടുകൂടെ പല ബാങ്കുകളിലും ജപ്തി ചെയ്തിട്ട് ഒരുപാട് വീട് സ്ഥലം അങ്ങനെ തന്നെ കിടക്കല്ലേ. ആരാണത് ടെൻഡർ ചെയ്ത് ലേലം ചെയ്തെടുക്കുന്ന ആൾക്കാര്? നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? അഥവാ വന്നാൽ തന്നെ നാട്ടൂലേ നമ്മള്? അഷറഫേ, എന്റെ വാക്കിനൊന്നും എനിക്ക് മറുപടി ഇല്ല. എനക്ക് അന്തല്ല എന്നുള്ളത് എനിക്ക് എന്നോ പറയുന്ന കാര്യമാണ്. കാരണം ഞാൻ എന്തോ പറയാം, ഇജ്ജെന്തോ കമന്റാ പറഞ്ഞത്. എന്തൊരു വിഷയം പറയണെങ്കിലും അതിനനുസരിച്ചുള്ള കമന്റ് ചെയ്ത അഷറഫേ. വിവരല്ല എന്നുള്ളത് എന്റെ കമന്റ് തന്നെ എനിക്ക് മനസ്സിലാവും. ഇജ്ജ് വെറും 3ാം ക്ലാസ്സും കുസ്തിയാണ്. 3ാം ക്ലാസ് ആയാലും അല്ലെങ്കിൽ എനിക്ക് 30 വയസ്സുണ്ടാവും. 30 വയസ്സായാലും എനിക്ക് 3 വയസ്സിന്റെ ബുദ്ധി ഇല്ല. നമ്മൾ എന്റെ കമന്റുകൾ നോക്കിയാൽ തന്നെ അറിയാം, മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് എന്നോട് വർത്താനല്ല. ഞാൻ ഇന്നിപ്പോ ശബ്ദിക്കുന്നത് കേരളത്തിലെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ ഇന്ന് ജപ്തി ഭീഷണിയിൽ വീടുകൾ, എത്രയോ വീടുകൾ. ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ലൈവ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഓരോ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനാണ് ഓരോ വീടുകളും ഒരാളും, ഇപ്പൊ അഷറഫായാലും സുബൈർ ബാപ്പു ആയാലും ആരായാലും ശരി, നമ്മളൊക്കെ ഒരു വീട് വെക്കുന്നതടാ എന്തിനാണ്? നമുക്ക് അന്തിറങ്ങാനും നമ്മളെ കുട്ടികൾക്കും ഭാര്യക്കും ഉമ്മാക്കും ഉപ്പാക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ കൂടെ നമുക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചല്ലേ നമ്മൾ വീട് വെക്കുന്നത്? ആണോ അല്ല അഷറഫേ? നിങ്ങൾ പറ. എന്നിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, നമ്മൾ വീട് ഇങ്ങനെ പണിയെടുന്നുകൊണ്ടിരിക്കുക, നമ്മൾ കരുതിയിലാറെ ഫണ്ടാവും, അപ്പൊ ടൈലിന്റെ പണി മാത്രം ബാക്കിയുണ്ടാവുള്ളൂ. അപ്പൊ അതിന് 2-3 ലക്ഷം 5 ലക്ഷം ലോൺ എടുക്കും നമ്മൾ. ചിലപ്പോൾ ചില ആൾക്കാർ, ബഹുഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയാണ്. എന്നാൽ ചില ആൾക്കാർ ഫുൾ എമൗണ്ടിൽ വീട് പണിയുന്നവരുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ കുറച്ച് പൈസ എടുത്തിട്ട് വീടിന്റെ പണി പൂർത്തിയാക്കാലോ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി മുറിച്ച് കുട്ടികളെ മീതെ ചളിയും പൊടിയൊന്നും ആവണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഒരു 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ലോൺ എടുക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട് ഇല്ലേ? അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അവര് ആ പൈസ തിരിച്ചടക്കാൻ പറ്റാതെ അതിന്റെ അടുത്ത് വാർദ്ധക്യ സഹജമായ അച്ഛനും അമ്മയുള്ള വീടാണെങ്കിൽ ഈ വീട്ടിൽ ഒരൊറ്റ ആളുണ്ടാവുക, ഏക മകനാന്ന് കൂട്ടിക്കോ, നീ സങ്കല്പിക്ക്. അഷറഫ്, നീ പരിഹസിക്കുന്നതിന് മുന്നേ കാര്യഗൗരവം ഒന്ന് മനസ്സിലാക്ക്. എന്നിട്ട് ഈ ഒരാള് മാത്രമാണ് വീട്ടില്. നിന്റെ വീട്ടിൽ ഇപ്പൊ നീ മാത്രമാണ്. നിന്റെ വീട്ടില് നിന്റെ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, നിന്റെ അച്ഛനും അമ്മയോ അതുകൊണ്ടെന്ന് വെച്ചോ, നിന്നെ മാത്രം ആശ്രയിച്ചാണ് വീട് പോകുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ എന്താ മനസ്സിലാക്കേണ്ടത്? നിനക്ക് എന്തെങ്കിലും പറ്റാതിരിക്കട്ടെ,
ഒന്നും പറ്റാതിരിക്കട്ടെ നമുക്ക് ആർക്കും. നിനക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക്, നമ്മളിപ്പോൾ വാഹനത്തില്ല, ഞാൻ അടക്കപ്പ് ഈ സംസാരിക്കുന്നത് പോലും വാഹനത്തിൽ ഇരുന്നിട്ടാ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം പറ്റി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അടവുകൾ തെറ്റാണ്. ഒരു 6 മാസം ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇടക്ക് അവന് കാലിന് ആക്സിഡന്റ് പറ്റി, കാല് കമ്പിട്ടു. ഏകദേശം ഒരു വർഷത്തോളം അവന്റെ EMI തെറ്റിയപ്പോൾ ജപ്തിക്ക് വന്നു. വീട്ടിൽ അവൻ മാത്രമുള്ളായിരുന്നു വരുമാനം. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അഷ്റഫെ ഒരുവിധം ആൾക്കാരൊക്കെ ഒരുവിധം വീടുകളൊക്കെ ജപ്തി പോകുന്നത്. അല്ലാതെ ഇവരിത് ബാങ്കുകാർക്ക് ഇതൊന്നും അറിയില്ല. കാരണം ബാങ്കിന്റെ ആൾക്കാർ എവിടെയോ നിന്നിട്ട് ടെലികോൾ ലേഡികളും ബോയ്സുകളൊക്കെ സംസാരിക്കുന്നത്. അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. നമ്മുടെ വീട്ടിലത്തെ സാഹചര്യം സിറ്റുവേഷൻ അവർക്കറിയില്ല, അറിയും വേണ്ട. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കറക്റ്റ് പലിശ കൊടുക്കണം എന്നാണ്. ആ പലിശ കൊടുക്കണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കിട്ടണമെന്നാണ്. ഇതാണ് ഇവരുടെ സിദ്ധാന്തം. അതിന്റെ അപ്പുറം ഒരു കണ്ണിച്ചൊരൊന്നും അവർക്കില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ആൾക്കാര് വീട് ജപ്തി ചെയ്യുമ്പോൾ ആ വീട് ആര് വാങ്ങും? ഞാൻ ആ ബാങ്ക് മാനേജറോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ജപ്തി ചെയ്യും, ആന കാട്ടും ചേന കാട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ആര് വാങ്ങും? നിങ്ങളിരുന്ന് വീട് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പൈസ കിട്ടും എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. പൈസ കിട്ടാൻ എന്താ വഴി? അവർ ഒരു നിമിഷം ഉണ്ടാകുന്നവര്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇത് ഞങ്ങൾ ഡ്യൂട്ടി അല്ലേ എന്നാ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഡ്യൂട്ടി ആയിരിക്കാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ കരളായി ഒരു സുഹൃത്തിന്റെ വീടിന്ന് അവര് വീട്ടില് ചോറ് വെച്ചിരുന്ന ചോറ് പാത്രം പോലും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ എടുക്കാൻ പറഞ്ഞവര്, പക്ഷെ അങ്ങനെ ലോക്ക് ചെയ്ത് ഇറങ്ങി. എന്റെ കൺമുന്നിൽ കണ്ടതാണ്. ജപ്തി നിങ്ങൾ ആരെയും കണ്ടണോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ ആരും ഒരു ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരും ലോൺ എടുക്കൂല. അതുണ്ടെങ്കിൽ തന്നെ പേരിൽ എഴുതാവുന്ന 1-2 പേരുണ്ടാവും. പ്രത്യേകിച്ച് വീടുമലൊക്കെ ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അത് തിരിച്ചടക്കണമെന്ന് തന്നെയാണ്. ഒരു വാഹനം ലോൺ എടുക്കുന്ന ആൾക്കാർ അത് തിരിച്ചടക്കണം തന്നെയാണ്, അല്ലേ? അല്ലെങ്കിൽ ആ വാഹനം പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ വാഹന ലോണൊന്നും തിരിച്ചടച്ചില്ലെങ്കിൽ ഇപ്പൊ വാഹനം പോകുന്ന പരിപാടി ഒന്നുമില്ല, നേരെ അറ്റാച്ച്ഡ് വരികയാണ്, നേരെ നിങ്ങളുടെ ഭൂമിയിലേക്കോ. കാരണം നികുതി ഷീറ്റ് വാങ്ങിയിട്ടാണ് ഇപ്പം എന്ത് കൊടുക്കുന്നത്, വാഹനത്തിനൊക്കെ ലോൺ കൊടുക്കുന്നത്. നികുതി ഷീറ്റ് വാങ്ങിയിട്ടാണ് ലോൺ കൊടുക്കുക. അപ്പൊ എന്താണ്, നിങ്ങൾ വണ്ടിയുടെ ലോൺ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, ബാങ്കുകാർ തെരഞ്ഞെടുക്കുന്നില്ല. അങ്ങനെ കൂടി പോവും. അവസാനം നിങ്ങൾ എന്താവും, ഈ ഭൂമി ഏതെങ്കിലും കാലത്ത് കിടന്നു പറഞ്ഞത് അറ്റാച്ചായി കിടക്കണ്ടാവും. പിന്നെ ഈ കാറിന്റെ പൈസ ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് സത്യ ഞാൻ ഈ പറയുന്നൊക്കെ. അഷ്റഫ് നീ പറഞ്ഞ കാര്യം തന്നെയാണ്, ബിസിനസ് തന്നെയാണ്. അതന്നെ നമ്മൾ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അഷ്റഫ്, ഞാൻ ബാങ്കിന്റെ മാനേജർമാരോട് പല ബാങ്ക് മാനേജർമാരോടും ഞാൻ സംസാരിച്ചാണ്. ബാങ്ക് മാനേജർമാർ പറഞ്ഞെന്താരോ, ഇപ്പൊ ഈ കൊറോണ സമയത്ത് നമുക്കൊക്കെ എന്താ സംഭവിച്ച്, ആ തിരിച്ചടക്കാൻ പറ്റില്ല. കുറെ ആൾക്കാർക്ക് ബാങ്കിൽ പൈസ തിരിച്ചടക്കാൻ പറ്റില്ല. ഇവരെന്ത് ചെയ്തു, ഈ മുതലും പലിശമായിട്ട് ചേർത്തിട്ട് മുതലിലേക്ക് തള്ളി. അങ്ങനെ എന്ത് ചെയ്യും, 15 ലക്ഷം റുപ്യ ലോൺ ഉള്ളത് 17 ലക്ഷമായി മാറി. ഒരു വർഷം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. തിരിച്ചടവ് സംഖ്യ കൂടുകയും ചെയ്തു. എന്താണ്, എമൗണ്ടും കൂടി. നമ്മൾ കൂട്ടിയതല്ലോ. പക്ഷെ ഇവരെന്ത് ചെയ്യണമായിരുന്നു, ആ ഒരു വർഷം നഷ്ടപ്പെട്ടത് ഒരു വർഷം നീട്ടി കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ 1-2 വർഷം നീട്ടി കൊടുത്ത് പുതുക്കാമായിരുന്നു. എന്നിട്ട് ഇവരിങ്ങനെ ടൈറ്റ് ചെയ്ത് ഇവർക്ക് പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ അടുത്ത് ഇവിടെ എന്തായി, തൊഴിൽ ഇല്ലാതെയായി. തൊഴിൽ രൂക്ഷമാണിപ്പം. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നല്ലോണം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലേ? ആർക്കാ ജോലിയില്ലത്? ഉണ്ടോ? ജോലിയില്ല. കേരളം ജോലിയില്ലാതെ ആകെ പ്രതിസന്ധിയിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തോടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ ഫണ്ട് നിക്ഷേപിച്ചവർ പോലും ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ ബാങ്ക് എത്ര നഷ്ടത്തിൽ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാങ്കിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് എന്തായാലും പൈസ കൊടുക്കൂലേ? കൊടുക്കും. എന്തുകൊണ്ട് ബാങ്കിന്റെ കയ്യിൽ പൈസ ഇല്ല? അതെന്താണ്, ബാങ്ക് ഈ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് 8% ബാങ്ക് ലോണ് നമുക്ക് ലോണ് തരികയാണെങ്കിൽ ബാങ്ക് നമ്മളിൽ നിന്ന് 11%, 12% വാങ്ങും. 3% കൂടുതൽ വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 3% ബാങ്കിന്റെ ചെലവിനും, ബിസിനസിന്റെ രീതി നമുക്ക് നന്നായിട്ട് അറിയാം, ബാക്കി 3% ബാങ്കിന്റെ കറണ്ട് ബില്ലും ബാങ്കിന്റെ വാടകയും ബാങ്കിന്റെ ജീവനക്കാരുടെ ശമ്പളമൊക്കെ എടുക്കും. ബാക്കി 8% കൊടുക്കും ചെയ്യും. ഇത് കറക്റ്റ് ബാലൻസിംഗിൽ പോകാൻ ഒരു പ്രശ്നമില്ല. എന്നാൽ സഹകരണ ബാങ്കുകളിൽപ്പെട്ട ആൾക്കാർക്കാണ് പ്രശ്നങ്ങളൊക്കെ. കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത്, ജപ്തി ഭീഷണിയുള്ള വീടുകളുണ്ടോ 40 തിരിച്ചടവ് 40 മാസം കൊണ്ട് അടച്ചാൽ മതി. ഒരു 4 ലക്ഷം റുപ്യ കൊടുക്കാനുള്ളവന് 10,000 വെച്ച്, പിന്നെ പലിശ കൂടുന്നില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 4 ലക്ഷം ആണെന്നെങ്കിൽ ആ 4 ലക്ഷം നിങ്ങൾക്ക് 40 അടവായിട്ട് കിട്ടും. ഈ 3.5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് 1 രൂപ പിന്നെ പലിശ കൂടുന്നില്ല. കേന്ദ്ര സർക്കാർ ഈ പാക്കേജ് നമ്മൾ സ്വാഗതം ചെയ്യാണ്. എന്നാൽ സ്റ്റേറ്റ് സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സംഘങ്ങൾ, അതായത് എന്താ പറയാ, കേരള ബാങ്ക് പോലുള്ള മറ്റു ഇതര സഹകരണ ബാങ്കുകൾക്കാണ് ഇന്ന് കലിപ്പ് കൂടുതൽ. അതിൽ ജോയിൻ ചെയ്ത എല്ലാ ബാങ്കുകൾക്കാണ് ഈ പണി കിട്ടുന്നത്.
ഞാൻ അത്ഭുതപ്പെട്ടു. കേരള ബാങ്കിന്റെ ഒരു ബിൽഡിംഗ് തിരുവനന്തപുരത്തെ കണ്ടു. 9 നില 10 നില ബിൽഡിംഗ്. കേരള ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ ആസ്തി എത്രയും അറിയോ? വരുമാനം 219 കോടിയാണ് ഈ കേരള ബാങ്കിന്റെ അറ്റാദായം എന്ന് പറയണത്. നിങ്ങൾ നെറ്റിലടിച്ചു നോക്കിക്കോ, സുബൈർ ബാബു പറഞ്ഞത്. അവര് തന്നെ ഓരോ ബാങ്കിനെ മുന്നിൽ വെച്ചിട്ടുണ്ട്. കേരള ബാങ്കിന്റെ അറ്റാദായം, അതായത് നമ്മളെ അർത്ഥമായിട്ടുള്ള അറ്റ് ഇവിടെ അറ്റ് കഴിഞ്ഞാൽ ചോര കിട്ടൂലേ, അങ്ങനെ നമ്മളെ ചോര പൊട്ടിച്ച് നമ്മളെ കണ്ണീര് വലിച്ചു കുടിച്ചിട്ടും ഈ കേരള ബാങ്കിന്റെ ആസ്തി ലാഭം 219 കോടി. ഏത് ബാങ്കാ ലാഭത്തിൽ പെടാത്ത? ചില ബാങ്കുകൾ മാത്രം പെടുന്നില്ല. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ ലാഭത്തിൽ തന്നെ നടന്നത്. എന്നിട്ടും ഈ പാവപ്പെട്ട ആൾക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളുക. കാലാവധി നീട്ടിക്കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. സുബൈർ ബാബു ആളുകളെ പറഞ്ഞ് തിരിത്തിരിപ്പിക്കല്ല. ഞാൻ ആരെയുമാണ് തിരിത്തിരിപ്പിക്കുന്നില്ല. ഒരു ബാങ്കുകളും നിക്ഷേപിച്ചത് തിരിച്ചു കൊടുക്കാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ കട്ടപ്പനയിലെ ആൾ മരിച്ചത്? ജി ഭൂമിയിലൊന്നുമില്ലേ? ജി വാർത്ത കാണുന്നൊന്നുമില്ലേ? ചങ്ങ എന്റെ കയ്യിൽ മൊബൈലില്ലേ? കട്ടപ്പനയിൽ സാബു പറഞ്ഞ ആൾ മരിച്ചിട്ടുണ്ട്. എന്താ കാരണം? 27 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആ പൈസ ചോദിച്ചു, തിരിച്ച് കൊടുത്തില്ല. എന്തേ? തെറ്റിദ്ധരിപ്പിക്കണമെന്നല്ല കാര്യമല്ല പറഞ്ഞ്. ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. അതിനെ നമുക്ക് പറയല്ല, വെള്ളരിക്ക പട്ടണമല്ല. എന്നാൽ വെള്ളരിക്ക പട്ടണം തന്നെയാണ് ഇത്. അതിന് മേലെ എന്തെങ്കിലും പേര് കൊടുക്കാൻ പറ്റെങ്കിൽ അതാണിത്. ഞാൻ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. നീ ഒന്ന് പഠിച്ചാൽ മതി. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ സാബു മരിക്കാൻ കാരണം എന്താ? 27 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യായിരുന്നു. ആ സഹോദരന്റെ മരണ കാരണം എന്താ? അദ്ദേഹം നിക്ഷേപിച്ച പൈസ തിരിച്ചു ചോദിച്ചു. ഗഡുക്കളായിട്ട് കൊടുക്കാം, 3 ലക്ഷം 5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയും കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ വൈഫിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പല ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ന്യൂസ് ഒന്ന് കാണിച്ചു 20 ലക്ഷം രൂപ. അതിനെങ്കിലും ഒന്ന് സമയം കാണിക്ക്. ഈ വിനാശകാല വിപരീത ബുദ്ധി എഴുതി കുത്തിരുന്ന് എന്റെ സമയം കളയല്ലേ? അതെങ്ങനെ കൊടുക്കാതെ കുട്ടിയെ? അതന്നെയല്ല ഞാനീ പറഞ്ഞത്. ആശർപ്പ, ഞാൻ എനിക്കൊരു കാര്യം മനസ്സിലാക്കി തരാം. ഇജ് ബാങ്കാന്ന് കരുതിക്കോ. ഇജ് ബാങ്കിന്റെ മാനേജർ. ഓക്കെ, നീ ഒരാളിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി. ഒറ്റ കാര്യം മനസ്സിലാക്കാം. നീ ഒരാളിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി. ആ 10 ലക്ഷം രൂപ നീ എനിക്ക് തന്നു. ഓക്കെ, നീ അതിലൊരു ബാങ്ക് മാനേജർ ആയിട്ട് ഒരു ബാങ്ക് ആയിട്ട് നീ സങ്കല്പിക്കുന്ന നിന്നെ. അപ്പോ എന്ത് ചെയ്യണം? ഞാൻ കറക്റ്റ് ആ പൈസ അവിടെ കൊടുത്താലേ നീ വാങ്ങുന്ന പൈസ അവന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയാം, നീ ഒരു ബാങ്കിന്റെ മാനേജർ, നിന്റെ പേരിൽ ഒരു ബാങ്ക് തുടങ്ങി, നീ ബാങ്കിന്റെ മാനേജർ, നീ അവൻ്റെ 10 ലക്ഷം രൂപ വാങ്ങുന്നത്, നിനക്ക് മാസം 1 ലക്ഷം രൂപയ്ക്ക് 8,000 ഉറപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ടാണ് നീ അവൻ്റെ അടുത്ത് വാങ്ങുന്നത്. മനസ്സിലായിക്കോ? 8,000 ഉറപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് നീ വാങ്ങുമ്പോ അത് നീ എനിക്ക് തരുന്നത് ഒരു മാസത്തിന് 10,000 രൂപ വെച്ച് 2,000 രൂപ നിനക്ക്. അതാണല്ലോ ബിസിനസ്. അതിനാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പൈസ ഞാൻ കറക്റ്റ് 10,000 കൊടുത്താലേ മാസം നിനക്ക് 2,000 കിട്ടുള്ളൂ, അവന് 8,000 കിട്ടുള്ളൂ. ഈ നീ തന്ന 10 ലക്ഷം അല്ലെങ്കിൽ നീ തന്ന പൈസ ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നീ അവനെ എങ്ങനെ തിരിച്ചു കൊടുക്കും? അങ്ങനെ ഇരിക്കെ കേട്ടോ, അങ്ങനെ ഇരിക്കെ ആ ഡിപ്പോസിറ്റ് ചെയ്ത ആള് പറയാം, എനിക്കൊരു അർജന്റ് ഉണ്ട്, എനിക്ക് 10 ലക്ഷം വേണം, ഞാൻ തന്ന 10 ലക്ഷം വേണം എന്ന് അവൻ പറയുമ്പോ ഈ പൈസ ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ നീ ഒന്നിട്ട് കൊടുക്കും. നിന്റെ കയ്യിൽ പൈസ വേണം, അല്ലെങ്കിൽ നീ പോയിട്ടാണ്. അതാണ് ഈ കട്ടപ്പനയിൽ സംഭവിച്ചത്. ഇതാണ് സത്യം. കട്ടപ്പനയിൽ നല്ല എല്ലായിടത്തും സംഭവിക്കുന്നത് തന്നെയാണ്. ബാങ്കുകളൊക്കെ പൊട്ടാൻ കാരണം എന്താ? ഈ ബാലൻസിങ്, അതായത് ബിസിനസ്സിൽ കടം കൊടുത്ത ആളിൽ നിന്ന് കടം തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ കടം കൊടുക്കേണ്ട ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിനാണ് സത്യം. അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത്, ഈ കൊറോണ എന്ന വിപത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർക്ക് എന്തായി? കറക്റ്റ് അടവ് തിരിച്ചടക്കാൻ പറ്റാതെയായി. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ബാങ്കുകൾ അതിനാണ് എന്താണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നതാണ്. ഈ ബാങ്ക് മാനേജറും മറ്റൊക്കെ ബാലൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ, ബാങ്കിനൊരു പ്രശ്നം വന്നാലും എനിക്കൊരു പ്രശ്നം വന്നാലും ഈ ഇടയിൽ നിൽക്കുന്ന അഷ്റഫിന്റെ പ്രശ്നം വന്നാലും, അഷ്റഫ് ആരിൽ നിന്നാണോ ഫണ്ട് നിക്ഷേപിച്ച് അവനക്കൊരു പ്രശ്നം വന്നാലും ഇതിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മുടെ സർക്കാർ. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ നിനക്കൊന്നും ഞാൻ മനസ്സിലാക്കി തരാം, പറഞ്ഞു മനസ്സിലാക്കി തരാം. കാരണം നിനക്കൊന്നും തലയിലില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാനൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ഞാൻ ബുധനാഴ്ച പോയി വരും. അത് ഞാൻ വീണ്ടും ആവർത്തിപ്പിക്കണില്ല. അത് ഞാൻ ലൈവ് കണ്ടിട്ട് ഒന്നുകൂടി നിങ്ങൾ ഇപ്പം നിലവിൽ ലൈവിലുള്ള ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഒന്ന് കണ്ടാൽ മതി. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയത് നമ്മുടെ സുഹൃത്തിന് വേണ്ടി. അവിടുന്നും ഈ സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ മന്ത്രിമാര് വരെ കൈമലർത്തുകയാണ്, ഞങ്ങൾക്ക് 8 മാസത്തിലേറെ തരാൻ പറ്റില്ല,
അപ്പൊ എന്ത് ചെയ്തു? എന്റെ സുഹൃത്ത് എന്ത് ചെയ്ത്? അവൻ തീരുമാനിച്ചു ഇനി അവർ ജപ്തി ചെയ്ത് പോട്ടെ, എന്നെ കൊണ്ട് അടക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു അവൻ പോരേ ചെയ്തത്. നേരെ മറിച്ച് ആ സമയത്ത് 40 അടവ് കേന്ദ്ര സർക്കാരിന്റെ ബാങ്കിൽ, നാഷണൽ ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 40 അടവ് എന്നുള്ള സിസ്റ്റം സ്റ്റേറ്റ് സർക്കാർ സഹകരണ സംഘത്തിന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, സഹകരണ സംഘം പോലുള്ള സംഘത്തിന് സ്റ്റേറ്റ് സർക്കാർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവന് അടുത്ത മാസം മുതൽ ആ ഫണ്ട് തിരിച്ചടക്കാമായിരുന്നു. ഇനിയും പറഞ്ഞ അടക്കൂല. പോവണി പോട്ടെ വാപ്പു എന്നാ പറഞ്ഞത്. അതാണ് പോവണി പോട്ടെ, ഒരു രക്ഷയില്ലാന്നാ പറഞ്ഞത്. അതിനിപ്പോ ഞാൻ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിന്റെ അടിസ്ഥാനത്തിലല്ലാന്ന് സുബൈറോപ്പ് പറഞ്ഞോ? ഇല്ല. റിസർവ് ബാങ്കിനെയും ബാങ്കുകളെയും ഇതൊക്കെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടെ പ്രവർത്തിക്കുന്നതാണ്. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ മേലെയാണോ, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിന്റെ മേലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല നമുക്ക്. നമ്മൾ പറയും സുപ്രീം കോടതിയാണ് കേന്ദ്ര സർക്കാരിന്റെ മേലെ എന്ന് പറയും. റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന്റെ മേലെയാണോ, കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന്റെ മേലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് രണ്ടും രണ്ടാന്ന് പറയാം. എന്നാൽ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരുകൾ തന്നെയാണ്. അപ്പോ അതിനാണ് അഷറഫെ ഞാൻ പറഞ്ഞത്, കേന്ദ്ര സർക്കാർ നാഷണൽ ബാങ്കുകൾക്ക് അതായത് ജപ്തി ഭീഷണികളായ വീടുകൾക്കോ പ്ലോട്ടുകൾക്കോ ബിൽഡിങ്ങുകൾക്കോ ജപ്തി ഭീഷണിയിൽ ആണ് എങ്കിൽ 40 മാസത്തെ, അതായത് 3.5 കൊല്ലം അല്ലെ, 3.5 കൊല്ലത്തെ ഇളവ് കൊടുത്തിട്ടുണ്ട് തിരിച്ചടക്കാൻ. പലിശ കൂടൂല. എന്നാൽ അതേ സ്ഥാനത്ത് വെറും 8 മാസമാണ് സഹകരണ ബാങ്കുകൾ ഈ രീതിയിൽ ചെയ്യുന്നത്. 8 മാസത്തിലേറെ ഇളവ് കൊടുക്കുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് ബാങ്കുകൾക്ക് പൈസ തിരിച്ചു കിട്ടൂല. അവസാനം ബാങ്ക് ജപ്തി ചെയ്ത് പോവും. ജപ്തി ചെയ്ത് പോയ പൈസ കിട്ടുമോ? കിട്ടൂല. അപ്പോഴും ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ പെടുകയാണ്. പിന്നെ അറ്റാദായങ്ങൾക്കുള്ള ബാങ്കുകളൊക്കെ പിടിച്ചു നിൽക്കും. അറാത്ത ആദായങ്ങളില്ലാത്ത ബാങ്കുകൾ ഉണ്ടാവുമല്ലോ, ഓലൊക്കെ പെടും ചെയ്യും. ആദ്യം തന്നെ അറുത്ത് കൂട്ടിയിട്ട് ആൾക്കാർക്ക് ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ ഇങ്ങനെ പിടിച്ചു നിൽക്കും. നിങ്ങൾക്കറിയോ, ഈ ബാങ്കുകളിൽ നിന്ന് സാധാരണക്കാർ ലോൺ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കായ ബാങ്കുകളൊക്കെ പൂട്ടും. ആരാണ് ബാങ്കൊക്കെ വരുമാനം ഉണ്ടായി കൊടുക്കുന്നത്? പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ലെങ്കിൽ ബാങ്കിന് എന്താ വരുമാനം? ബാങ്ക് നിലനിൽക്കുമോ? കേരളത്തിൽ ബാങ്കുകൾ ഇങ്ങനെ പെരുകാൻ കാരണം എന്താ? എല്ലാവരും ലോൺ എടുത്തിട്ടാ. ഈ ലോൺ എടുത്ത ആൾക്കാർ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇവര് കൊണ്ട് ജയിലിലൊന്നുമില്ല, അതിനൊന്നും നിയമല്ല. ഇപ്പൊ ഞാൻ എന്റെ വണ്ടിക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ തിരിച്ചടച്ചെങ്കിൽ എന്താ പറയുക, വണ്ടി ഒന്നില്ലെങ്കിൽ ഒരു കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്താവും, എന്റെ ഭൂമിയുമായി അറ്റാച്ച് ആയി വരും. എന്റെ ഭൂമിയുമായി അറ്റാച്ച് ചെയ്യും. ഭൂമി അത് വിൽക്കാൻ പറ്റില്ല എന്നുള്ളൂ, അല്ലാതെ നമുക്കവിടെ പാർക്കിന് തടസ്സമല്ല. ഇപ്പൊ പുതിയൊരു നിയമം കൊണ്ടുവന്നുണ്ട്, ജപ്തി ചെയ്ത് ഇറക്കി വിടാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ അതൊക്കെ ഒരു പോയി പിന്നെ എല്ലാ സംവിധാനങ്ങളൊക്കെ കോടതിയിലൊക്കെ പോയിങ്ങാണ്ട് പല ബാങ്കുകളും ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഫിനാൻഷ്യൽ ബാങ്കുകളൊക്കെ ജപ്തി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താവും, പലിശന്റെ പലിശ പറഞ്ഞിട്ട് നല്ലൊരു സംഖ്യ കയറി കിട്ടും. അപ്പൊ ഇതിനെക്കാട്ടും നല്ലത് ഒരു ഇളവ് നൽകി കൊടുത്ത് ഇത് ആൾക്കാരെ സഹായിക്കണം. അത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും വേണം, ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം നടക്കും വേണം. ജനങ്ങൾക്ക് അവരുടെ വീട് പോകാനും പാടില്ല, ബാങ്കുകൾക്ക് അവരുടെ പൈസ കിട്ടും വേണം. അപ്പൊ അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവാണ് ബാങ്കുകൾക്ക് ഗുണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ കട്ടപ്പനയിൽ പോലെ ആവർത്തിച്ച് ഇനിയും കേരളത്തിൽ ഒരുപാട് ആവർത്തിക്കും. പൈസ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാരും ആത്മഹത്യ ചെയ്യേണ്ടി വരും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് ആ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കണമെങ്കിൽ ബാങ്കിൽ ലോൺ കൊടുത്ത ആൾക്കാർ ഈ പൈസ തിരിച്ച് ബാങ്കിലേക്ക് ഇടണം. അത് ഇടാത്തോടത്തോളം കാലം ബാങ്കുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഇതാണ് ഈ അവസരത്തെ കുറിച്ച് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഓക്കെ, അഷറഫ് പോവാ. ബൈ ബൈ.